ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ ഇന്നൊരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ചില്ലിവാക്ക് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആക്ച്വലി ഇന്ന് ഡേ ഓഫ് ആയിരുന്നു, പല പരിപാടികളും വേറെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഒരു വള്ളി വന്ന് കയറി ഗൈസ്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ചടങ്ങാവും. അപ്പോൾ നേരെ നമ്മൾ എന്തോ വള്ളി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടില്ലേ, സമയം 7 മണിയായി, നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ടൈം ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ സൺറൈസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 8 മണിക്കേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അതാണ് വാൻകൂവറിൻ്റെ ഒരു കുഴപ്പം. വെതർ എപ്പോഴാണ് മാറുന്നതെന്ന് പറയാനൊക്കത്തില്ല. മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹെവി സ്നോ ഒന്നും കിട്ടത്തില്ല, പക്ഷേ മഴയായിരിക്കും. മഴയാണ് ഏറ്റവും വലിയ വള്ളി. അതിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷേ നമ്മളിപ്പോൾ വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി മഴയെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് ചില്ലിവാക്കിലോട്ട് പോകാം. ഓൾമോസ്റ്റ് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള പരിപാടികളുമായിട്ട് ഇന്ന് പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഒന്നും ഇല്ല, പക്ഷേ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുക ഗൈസ്. പിന്നെ പലരും മറ്റേ വാറ്റ് വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡായി പലരും വാറ്റ് ഉണ്ടാക്കാനും വാറ്റിൻ്റെ മറ്റേ എന്താ ഹോം ഡിസ്റ്റിലർ വാങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ മറ്റേ ക്രിസ്മസിൻ്റെ റം മിക്സിങ്ങും കാര്യങ്ങളൊക്കെ, റം കേക്കിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു അല്പം വാറ്റ് മേടിക്കാം കേസ്. അത്രേ ഉള്ളൂ. വാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു പ്രിസർവേറ്റീവ്സും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. പിന്നെ ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ആവശ്യത്തിന് മാത്രമേ അടിക്കാവൂ. അടിച്ച് സെറ്റായി മറ്റേ തവളയ്ക്ക് കഞ്ചാവ് കൊടുത്തുവിട്ടായി പോകല്. അപ്പോൾ എല്ലാം നമ്മൾ ഒരു ലിമിറ്റ് ചെയ്ത് സെറ്റാക്കുക. പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ കേസ്, എല്ലാം വേണ്ടേ. അപ്പോൾ നമ്മൾ നേരെ ഇനി ചില്ലിവാക്കിലോട്ട് പോയിട്ട് അവിടുത്തെ പരിപാടികൾ എന്താണെന്ന് കാണിച്ചു തരാം. രാവിലത്തെ ഡ്രൈവ് ചിലപ്പോൾ ഇച്ചിരി ട്രാഫിക്കൊക്കെ കാണും, ബിക്കോസ് ഈ ഓഫീസ് ടൈം ഒക്കെ ഇല്ലേ. അപ്പോൾ സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി ചില്ലിവാക്ക്. ആബൻസോഡൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ഒരു ഗുണം ഇതാ, വലിയ ട്രാഫിക്കും കാണത്തില്ല. പിന്നെ നല്ല കണ്ടില്ലേ, നല്ല ലൈക്ക് ടുവേർഡ്സ് നമ്മൾ ആ സൗത്തിലോട്ട് പോകുമ്പോഴത്തേക്കിനും ആ മൗണ്ടൻ വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിട്ടും. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അടിപൊളി വെതറാണ്. ബട്ട് സ്റ്റിൽ ഇന്ന് മഴയ്ക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മഴ ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ഇപ്പം കണ്ടില്ല, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മഴയ്ക്കുള്ള ചാൻസ് ഒന്നുമില്ല. രാവിലത്തെ ഈ ഡ്രൈവ് എന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്യും കേസ്. അപ്പോൾ നമ്മൾ ചില്ലിവാക്കിലോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വീടുണ്ട്, ഫുള്ളി റെൻ്റ് ചെയ്തേക്കും. അതിൻ്റെ ഒരു യൂണിറ്റിൽ ആളുകൾ മൂവ് ഔട്ടായി. അപ്പോൾ ഓൾറെഡി നമുക്ക് അടുത്ത വേറൊരു ആളെ കിട്ടിയിട്ടുണ്ട്. ഒരു 1 bedroom യൂണിറ്റാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടാണ് പ്രീവിയസ് ടെനൻസ് ഇറങ്ങിയത്. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാം ഒന്നുകൂടെ ഒന്ന് പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പോൾ ആക്ച്വലി നമ്മൾ സാർഡിസ് സൈഡ് ഓഫ് ചില്ലിവാക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സാർഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ചില്ലിവാക്ക് അല്ല, ചില്ലിവാക്കിൻ്റെ സൗത്ത് സൈഡാണ് സാർഡിസ് എന്ന് പറയുന്നത്. അത് ടുവേർഡ്സ് കൾട്ടസ് ലേക്ക്, ചില്ലിവാക്ക് ലേക്കിലോട്ടൊക്കെ പോകുന്നത് സൗത്ത് സൈഡാണ്. പ്രോപ്പർ ചില്ലിവാക്ക് എന്ന് പറയുന്നത് നോർത്തേൺ സൈഡാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ സെറ്റാക്കി അവിടുത്തെ യൂണിറ്റ് എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ക്ലീനപ്പ് ചെയ്യാം. ചെറിയ പരിപാടികളൊക്കെ കാണത്തുള്ളൂ. ആരും വിളിച്ച് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്നൊരു ദിവസമുള്ള എനിക്ക് ടൈം, നാളെ തൊട്ട് എനിക്ക് പിന്നെ ജോലിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ ഓടി നടക്കാൻ സമയമില്ല. ഈ ഒരു ആഴ്ച മൊത്തം ഇതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ആക്ച്വലി വെതറൊക്കെ ചേഞ്ചായി വരുന്നു, തണുത്ത് വരുന്നു. അത് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ ഫുള്ളായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട്സൊക്കെ ഇട്ട് ഇറങ്ങത്തുള്ളൂ. മഴ ഞാൻ പറഞ്ഞില്ല, നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വാൻകൂവർ അല്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ അധികം വലിയ സ്നോയ്ക്കുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ സ്നോ കിട്ടും. അത് ചിലപ്പോൾ ഒരു ക്രിസ്മസ് ടൈമിനോട് അടുപ്പിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ വലിയ ഒരു ഹെവി സ്നോ അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടിരിക്കുന്ന സ്നോ ഒന്നും ഇവിടെ കിട്ടത്തില്ല. പക്ഷേ സ്നോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വള്ളിയാണ്, ബിക്കോസ് സിറ്റി ഇവിടെ പ്രിപ്പയർഡ് അല്ല ഈ സ്നോ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ ആക്സിഡൻസും, പിന്നെ പലരും ഈ സ്നോയിൽ ഡ്രൈവ് ചെയ്ത് യൂസ്ഡ് അല്ല, ബിക്കോസ് ഇവിടെ അങ്ങനെ ഹെവി സ്നോ വീഴാത്തതുകൊണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിറങ്ങുമ്പോൾ വള്ളിയാകും കേസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ചില്ലിവാക്കിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ കേസ്. ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ് യൂണിറ്റിലോട്ടുള്ള എൻട്രൻസ്. ബേസ്മെൻ്റ് അല്ല, ആക്ച്വലി ഗ്രൗണ്ട് ലെവലാണ്. ഇതൊരു 1 bedroom യൂണിറ്റ്. കിച്ചൺ, ലിവിങ് ഏരിയ. ഇവിടെ ഒരു 1 bedroom ഉണ്ട്. ഇത് ആക്ച്വലി ഒരു 1 അല്ലെങ്കിൽ 2 പേർക്കുള്ളൊരു യൂണിറ്റേ ഉള്ളൂ. നേരത്തെ ഒരു 3 പേരായിരുന്നു, അതുകൊണ്ടാണ് അവരെ നമ്മൾ മാറ്റിയത്. പിന്നെ ഇങ്ങനെ വരുന്ന ഇവിടെ തന്നെ വാഷ്റൂം ഉണ്ട്, ലോണ്ട്രി ഉണ്ട്, ഇവിടെ ഷവറുണ്ട്. അപ്പോൾ ഇതാണ് ബേസ്മെൻറ്റ്. ഇതൊരു ഹോൾ ഹൗസാണ്. മേളുവശവും താഴെ വേറൊരു യൂണിറ്റിൽ നമുക്ക് ഓൾറെഡി ടെനൻസ് ഉണ്ട്. ഇവരങ്ങോട്ട് മാറി സെറ്റ് ചെയ്യേസ്. അപ്പോൾ ഇനിയും ഇതെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തു ഒന്നുകൂടെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ പോകുന്നു. ഇല്ല, നമ്മുടെ മേളത്തെ യൂണിറ്റ് താമസിക്കുന്ന ആളെ റൈഡറൊക്കെ, അവർക്ക് ബൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ. നമുക്കൊരു ദിവസം മറ്റേ ചില്ലിവാക്കി മറ്റേ ഈ എന്താ പറയുക, മഡിനകത്തൂടെ ഒക്കെ ബൈക്ക് ഓടിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പേരുടെയും ടൈമൊക്കെ ഒക്കുന്ന സെറ്റപ്പ് നമുക്ക് കിടക്കാച്ചി വീഡിയോ, ഒരു ബൈക്ക് ഓഫ് റോഡിങ് വീഡിയോ തന്നെ സെറ്റാക്കാം കേസ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്, ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് ഇറങ്ങുന്നു. ഇനിയിപ്പോൾ മഴയ്ക്കുള്ള ചാൻസ്, അതിന് മുമ്പ് നമുക്ക് വീട് പറ്റാനുള്ള പരിപാടി വല്ലതും നോക്കാം.
അപ്പോൾ ബൈ വീടേ, ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴിക്ക് ഇവിടെ ആക്ച്വലി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഗ്യാസിനൊക്കെ വില കുറവ്. അപ്പോൾ ഗ്യാസും ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് പയ്യെ അങ്ങ് വന്നു. മെയിലൊക്കെ ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ തൊട്ട് 4 ദിവസം കട്ടപ്പണിയാണ് കേസ്. ജോലി തുടങ്ങി കഴിഞ്ഞാൽ 12 മണിക്കൂർ ഷിഫ്റ്റ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഓഫ് ഡേയ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വള്ളികളെല്ലാം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ വള്ളിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകുന്ന വഴിക്ക് കോസ്കോയ്ക്ക് ഒരു ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് കോസ്കോയിൽ എന്തെങ്കിലും പുതിയ കൗതുകങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ഒക്കെ ഈ വീഡിയോ ഇനി എൻ്റെ ചെയ്യാനൊക്കെ എനിക്ക് അറിയത്തില്ല കേസ്. കാരണം പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും അടിച്ച് കയറ്റാവോ നമുക്ക് നോക്കാം. കോസ്കോയിലോട്ട് എത്തിയിട്ടുണ്ട്. കോസ്കോയിൽ പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല. പക്ഷേ എങ്കിൽ കോസ്കോ വരെ വന്നു കഴിഞ്ഞാൽ അവിടെ വരെ കയറാതെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ കൊണ്ട് ഒരു വലിയ വിഷമമുള്ളൊരു കാര്യം. പിന്നെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അത് തന്നെയല്ല, ഞാനിപ്പോൾ GoPro 11 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് കുറച്ചാളുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ Insta 360 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ GoProയുടെ തന്നെ 13 വല്ലതും ഓഫർ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഞാനത് ചേഞ്ച് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ Insta 360ക്കും വല്ല ഓഫറോ വല്ല, ബിക്കോസ് അത് ഈ ഓരോ പുതിയ സംഗതികൾ വരുന്നുണ്ടെങ്കിൽ കോസ്കോയിലാണ്. അപ്പോൾ ഈ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വേർഷൻ നല്ല ഓഫർ വരുന്നത്. അപ്പോൾ നോക്കിയിട്ട് വാ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്ന് ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് വാൻകൂവറിനെക്കാട്ടി 10 സെൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേസ് ഇവിടെ. അപ്പോൾ പിന്നെ അതും കൂടെ നമ്മൾ കളയാതെ സെറ്റാക്കി ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് വേറെ വൈബായിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓൾമോസ്റ്റ് ഒരു ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും മിക്കവാറും മഴ സെറ്റാകും. അങ്ങനെ കേസ് ഞാൻ നോക്കിയ സാധനം വന്നു. ആക്ച്വലി GoPro 13 ഇവിടെ ഉണ്ട്. അതിന് ഓഫറൊന്നുമില്ല. $539, $540. Insta 360 X5 അതുമുണ്ട്. അതിനും ഇപ്പോൾ ഓഫറൊന്നുമില്ല. $749, $750. അപ്പോൾ ഇത് സെയിലിൽ വരുമ്പോൾ നമുക്കെടുക്കാം. ഇപ്പോൾ വേണ്ട. കോസ്കോയിൽ നമ്മൾ എന്തൊക്കെ വാങ്ങണ്ടെന്ന് വെച്ച് വന്നാലും എന്തെങ്കിലും വാങ്ങിപ്പോകും ഗൈസ്. അതാണ് വൈബ്. അതാണ് കോസ്കോ വൈബ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പാൻറ്റ് മാത്രം വാങ്ങി. ഒരു കാർഗോ പാൻറ്റ് കിട്ടാൻ പാടായിരുന്നു പലയിടത്തും നോക്കിയിട്ട്. അപ്പോൾ കോസ്കോയിൽ വന്നപ്പോൾ അതാണ് കോസ്കോയിലുള്ള ഗുണം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ A to Z പർച്ചേസ് നടത്തിയിട്ട് പോകാം. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് അടിക്കാം. കഴിച്ചത് കണ്ടില്ലേ, ഒരാൾ അവിടെ നിന്ന് ബെഗ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിവിടെ ഇല്ലീഗലാണ്. ഹോംലെസ് കുന്തവാന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവൻ്റെ നിപ്പ് കണ്ടാലും പൂലോ കഞ്ചാവ് അട്ടിച്ച് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഈ ലോകത്തിലെ ഒരു ടെൻഷനും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് നിൽക്കുന്നില്ല. നമ്മളെങ്ങാനും ഡോർ തുറന്ന് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാളറ്റ് എടുക്കുന്നുണ്ട്, വാളറ്റും തട്ടി പിടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മോന്തയ്ക്ക് നല്ല തട്ടും തട്ടിയിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ അടി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ആക്ച്വലി ഗ്യാസ് അടിച്ചത് ഭയങ്കര ലാഭമായിപ്പോയി കേസ്. കാരണം വാൻകൂവറിൽ നിന്ന് 160 ആയിരുന്നു. ഇവിടെ നിന്ന് 126 എങ്ങാണ്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് $30-something ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ 30-something സെൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വെതറൊക്കെ ഒരുമാതിരി സെറ്റായി. എനിക്ക് തോന്നുന്നു മഴയ്ക്ക് മുമ്പ് നമുക്കൊന്ന് വീട്ടിലെത്താമെന്ന് തോന്നുന്നു. അതാണ് ഈ രാവിലെ ഇറങ്ങിയുള്ള ഗുണം. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഫുള്ള് മഴയായിരിക്കുന്നത്. മഴയാണെങ്കിൽ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജില്ലന്ന് നമുക്ക് പോയേക്കാം കേസ്. അതിന് മുമ്പ് വീട്ടിൽ ചെല്ലാനൊക്കെ എനിക്ക് അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കേടുപാടുകളൊന്നും കൂടാതെ നമ്മൾ മഴയ്ക്ക് മുമ്പ് തന്നെ ഇങ്ങ് എത്തി. ചെറിയായി ഓൾറെഡി. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് ചെന്ന് കയറാം. ഇന്നിനും പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല. പക്ഷേ നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇനി ഒരു 4 ദിവസത്തേക്കുള്ള വർക്കാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക എന്നുള്ളത് ഉള്ളൂ. അപ്പോൾ വൈകിട്ടത്തേക്കിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ഇറങ്ങാനൊന്നും പ്ലാനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല കേസ്. ഇന്ന് എൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ എൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡ്രൈവിന് പോയപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം എന്നൊക്കെയുള്ള വിചാരത്തിലാണ് പോയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് സ്കൂട്ടാവുകയും ചെയ്തു. കാരണം മഴ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വള്ളിയാണ്. ചിലപ്പോൾ ട്രാഫിക്കും ഒക്കെ പെടും. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം കേസ്. വേറെ തന്നെ വൈബ്. കഴിച്ചപ്പോൾ അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം ആക്ച്വലി അതല്ല, പിന്നെ വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് ചില്ലിവാക്കി പോയി നമ്മുടെ അന്നത്തെ യൂണിറ്റ് അത് ഓൾറെഡി നമ്മൾ റെൻറ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ഞാൻ ലീവ് എടുത്തതാണ് കേസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ആക്ച്വലി വീക്കെൻഡ് യൂഷ്വലി എനിക്ക് അവധി കിട്ടുന്നതല്ല. നമ്മുടെ ഷെബിൻ ബ്രോ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. കഥാകൃത്ത്, സിനിമാ നടൻ, അങ്ങനെ പല മേഖലയിൽ പുള്ളിയുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നൊരു മനുഷ്യനാണ് കേസ്. അപ്പോൾ ആദ്യം നമുക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് യൂഷ്വലി എനിക്ക് അവധി കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുമായിട്ടും ചില്ല് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് ആളവിടെ ഉണ്ട്. അപ്പോൾ ആളെ ഒന്ന് കണ്ടിട്ട് വരാം. ആൾ കാൽഗറി ബേസ്ഡ് ആയിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങോട്ട് നേരെ പോകാം. ഇപ്പോൾ വെതറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേസ് ആക്ച്വലി തണുപ്പൊക്കെ തുടങ്ങി. അത് വലിയ തണുപ്പായിട്ടില്ല. പക്ഷേ കണ്ടില്ല, നമ്മുടെ ഈ മരത്തിലെ ഇലയൊക്കെ കൊഴിഞ്ഞു. ഇപ്പോൾ ഈ ഫോള് കഴിഞ്ഞു എന്നതാണ്.
നേരെ നമ്മൾ ഷെബിൻ തൊട്ടടുത്താണ് കേസ് താമസിക്കുന്നത്. നേരെ ഷെബിൻ്റെ അടുത്തോട്ട് നീച്ചാലും ചില്ല് ചെയ്തിട്ട് വരാം. ചിലപ്പോൾ ജോസേട്ടൻ വരാൻ ചാൻസ് ഉണ്ട്. ജോസേട്ടനെ നമുക്ക് വിളിക്കാം അവിടെ ചെന്നിട്ട്. ഗൈസ് ആദിത്യ മര്യാദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷെബിനെ കണ്ടുപിടിക്കണം. പോർക്ക്, കട്ട്ലേറ്റ്, ബിരിയാണി. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. ഗൈസ് ഷെബിൻ ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഷെബിൻ്റെ ഒരു അങ്കിളുണ്ട് ഇവിടെ, ബിജു അങ്കിൾ എന്നാണ് പേര്. ഞങ്ങൾക്ക് വേണ്ടി ഫുൾ ഫുഡ് അവിടെ നിന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ബിജു അങ്കിളിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഷെബിൻ്റെ പേര് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. വ്ളോഗറെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഷെബിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് ഇന്നത്തെ. ഇതാണ് ഗൈസ് പന്നി. കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചുറ്റിനുള്ള ഒന്നും കാണത്തില്ല ഗൈസ്. ഓണല്ലേ? ഓൺ. ഗൈസ് എൻ്റെ ആദ്യകാലങ്ങളിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ വ്ളോഗ് ചെയ്യാൻ പകച്ചു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ നിന്ന സമയത്ത് ജോസേട്ടൻ മന്തി ഉണ്ടാക്കി എനിക്ക്. ഞാൻ ചാനൽ തുടങ്ങി ഇങ്ങനെ ഞാൻ പകച്ചു നിന്നൊരു സമയത്ത് ജോസേട്ടൻ അല്ല ഞാൻ ഇല്ലേക്ക് അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ജോസേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റോയിക്ക എന്തെങ്കിലും ഇങ്ങനെ ചാനൽ തുടങ്ങി ഇങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ജോസേട്ടൻ. അപ്പൊ തന്നെ ജോസേട്ടൻ കാതിലെ കടുക്കം വിട്ടിട്ട് എനിക്ക് മന്തി ഉണ്ടായിക്കൊണ്ടു. അതൊന്നും എനിക്ക് മറക്കാനൊക്കത്തില്ല കേസ്. അന്നൊക്കെ ജോസേട്ടൻ ഇത്ര വലിയ ബിസിനസ് മാഗ്നറ്റ് ലൈറ്റ് ഒന്നിട്ടേക്ക് കാണുന്നില്ല. ബിസിനസ് മാഗ്നറ്റ് ഒന്നുമല്ല ജോസേട്ടൻ ഒന്ന് കാണട്ടെ, കാരണം ജോസേട്ടൻ്റെ മോഹം കാണുന്നത്. അപ്പൊ അന്ന് ജോസേട്ടൻ ഇത്ര വലിയ ബിസിനസ് മാഗ്നറ്റ് ഒന്നുമല്ല. ജോസേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഫീസ് അടക്കാൻ കൊടുത്ത കാശിനാണ് ജോസേട്ടൻ കാതിലെ കടുക്കം മേടിച്ച് ആ കടുക്കം വിറ്റിട്ട് എനിക്ക് മന്തി ഉണ്ടായിക്കൊണ്ടു. അതെന്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടായി മനസ്സിലാക്കി. അന്ന് ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, ജോസേട്ടാ ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? അപ്പൊ ജോസേട്ടൻ പറഞ്ഞു, വേണ്ടേക്ക ഇക്ക ഒന്ന് വൈറലായി കണ്ടാ മതി എന്ന്. പക്ഷേ അന്ന് ഞാനൊരു ശബ്ദം എടുത്തു, വൈറലായാൽ എനിക്ക് പ്രത്യേകിച്ച് ജോസേട്ടന് വേണ്ടി ഒന്നും ചെയ്യാനില്ല, കാരണം സാമ്പത്തികപരമായിട്ട് ജോസേട്ടന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെങ്കിൽ നാളെ ഞാൻ വൈറലായി, ഞാൻ റോഡ്സ് റോയ്സിൽ പോകുമ്പോൾ ജോസേട്ടൻ നടന്നു പോകുമ്പോൾ ഞാൻ ജോസേട്ടൻ്റെ അടുത്ത് മാത്രം ജാട കാണിക്കത്തില്ല ഗൈസ്. പിന്നെ ഷെബിനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഷെബിൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആദ്യകാലത്തെ വീഡിയോകൾ വൈറലാക്കി തരുന്ന ഷെബിനാണ്. ഷെബിന്റെ ഷൂ കളക്ഷൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടിക്കൻ ഷൂസ് എന്ന് പറഞ്ഞാൽ കിട്ടിക്കൻ ഷൂസ്. ജോസേട്ടാ ആ ഷൂവിന് എന്ത് വില വരും? $2000. ഓരോ ഷൂവിനും ലക്ഷങ്ങൾ വിലയുള്ള ഷൂസാണ് ഗൈസ് ഷെബിന്റെ ഷൂ കളക്ഷൻസ്. ഷൂവിനെ പറ്റി അറിയാവുന്നവർക്കാണെങ്കിൽ നല്ല ഐഡിയ കിട്ടും. ആക്ച്വലി ഇത് ലക്ഷങ്ങൾ വിലയുള്ള ഷൂസാണ് ഗൈസ്. ഓരോരോ കളക്ഷൻസ്. വാച്ച് കളക്ഷൻസ്, ഷെബിന്റെ വാച്ച് കളക്ഷൻ, അങ്ങനെ ഷെബിന്റെ PS5, അങ്ങനെ ഷെബിന്റെ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഷെബിൻ ആക്ച്വലി ഒരു റൊണാൾഡോ ഫാനാണ്. അല്ലേ, റൊണാൾഡോ ട്രോഫി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റേസിംഗ് കാർസിനോട് വലിയൊരു ക്രൈസ് ഉള്ള ഒരു വ്യക്തിയാണ് ഷെബിൻ. സ്പോർട്സ് കാർസ്. ഷെബിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണ് കേസ്, ഒരു പ്രസ്ഥാനം. കണ്ടില്ലേ, 2000 ഒരു അവസരം പിടിച്ചോണ്ടിരിക്കുക. അതല്ല ആഗ്രഹിക്കാവുന്നേ ഉള്ളൂ, കാശുണ്ടായിട്ട് കാര്യമില്ല. കൗതുകം വേണം അത് മേടിച്ചുണ്ടാക്കണമെങ്കിൽ. കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല, വാങ്ങി വെക്കണം. അന്ന് 200 രൂപയ്ക്ക് മേടിച്ച സാധനം ഇന്ന് 2000 രൂപ വില. അതോർത്തോ. ബിസിനസ് ആയി ഗൈസ്. ഈ വ്ളോഗ് അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ദിവസം ജസ്റ്റ് സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചതേ ഉള്ളൂ. ഒരു ദിവസം അല്ലെങ്കിൽ ആക്ച്വലി ഒരു ദിവസം എടുത്ത വ്ളോഗ്, പിന്നെ അത് 4 ദിവസം കഴിഞ്ഞാണ് നമ്മൾ അടുത്ത വ്ളോഗ് എടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഷെബിൻ്റെ വീട്ടിൽ പോയി ജോസേട്ടനും വന്നായിരുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്ത് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൂ നമ്മുടെ ഒരു വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ. വീക്കെൻഡ് എനിക്ക് യൂഷ്വലി ഓഫ് കിട്ടാത്തതാണ്, പക്ഷേ ഇന്ന് ഓഫ് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരോടൊക്കെ ഒന്ന് സെറ്റ് ആകാൻ പറ്റി, എല്ലാവരും ഒന്ന് മീറ്റപ്പ് ചെയ്യാൻ പറ്റി. വീക്കെൻഡ് ഓഫ് ഇല്ലെങ്കിലുള്ള പ്രശ്നം ഇതൊക്കെയാണ് ഗൈസ്. പക്ഷേ നമുക്ക് ഇന്ന് വീക്കെൻഡ് ഓഫ് കിട്ടി ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. റോബി കാറ്റഗറി സൈനിങ് ഓഫ്.